തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ കുട്ടിയെ സുരക്ഷിതമായി തിരിച്ചുകിട്ടി. സുപ്രീം കോടതിയിൽ തിരിച്ചടി ഭയന്ന് കേന്ദ്രം. കേസ് പിൻവലിച്ചാൽ വായ്പ നൽകാമെന്ന് ഉപാധി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ 2 വയസ്സുകാരിയെ കണ്ടെത്തി. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. ജനറൽ ആശുപത്രി പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ് കുട്ടിയെന്ന് DCP നിതിൻ രാജ് പറഞ്ഞു. കുട്ടി എങ്ങനെ അവിടെ എത്തി എന്നതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കും. കാഴ്ചയിൽ കുട്ടിക്ക് പ്രശ്നങ്ങളില്ല. ബാക്കി കാര്യങ്ങൾ മെഡിക്കൽ പരിശോധനയിൽ അറിയിക്കുമെന്നും DCP പറഞ്ഞു. കേരളത്തിന്റെ സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിച്ച് 13,600 കോടി രൂപ വായ്പയ്ക്ക് അനുമതി നൽകാമെന്ന് കേന്ദ്രം. കേസിൽ തിരിച്ചടി ഭയന്നാണ് കേന്ദ്ര നടപടിയെന്നാണ് നിഗമനം. എന്നാൽ കേസുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന തീരുമാനം. കേരളത്തിന് അർഹതപ്പെട്ട വായ്പ അനുവദിക്കുന്നതിനും വിലപേശിയിരിക്കുകയാണ് കേന്ദ്രം. എന്നാൽ ഇരുപക്ഷത്തു നിന്നും ഗൗരവമുള്ള ചർച്ചയാണ് വേണ്ടതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മാർച്ച് 6, 7 തീയതികളിൽ വീണ്ടും വാദം കേൾക്കും. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് ഹാജരായേ മതിയാകൂവെന്ന് ED. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഐസക്കിനറിയാം. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകില്ലെന്നും ED ഹൈക്കോടതിയെ അറിയിച്ചു. EDക്ക് മുന്നിൽ ഹാജരാകാൻ കഴിയില്ലെന്നും സമൻസ് നിയമവിരുദ്ധമാണെന്നും ഐസക് ആവർത്തിച്ചു. സമൻസ് തടയണമെന്ന ഐസക്കിന്റെ ആവശ്യത്തിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവില്ല. ആലപ്പുഴയിൽ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. ചേർത്തല വെട്ടക്കൽ സ്വദേശി ആരതിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കെ മരിച്ചത്. 32 വയസ്സായിരുന്നു. സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന ആരതിയെ നടുറോഡിൽ തടഞ്ഞു നിർത്തി ഇന്ന് രാവിലെ ഷ്യാംജിത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സംഭവത്തിനിടെ ഷ്യാംജിത്തിനും പൊള്ളലേറ്റു. ഷ്യാം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇരുവരും കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് അകന്നു കഴിയുകയായിരുന്നു. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. ഉയർന്ന താപനില 37 ഡിഗ്രിക്ക് മുകളിൽ രേഖപ്പെടുത്തി. ഇന്നും നാളെയും 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി വരെയും ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രി വരെയുമാണ് ഉയർന്ന താപനില. തൊഴിലാളികളുടെ തൊഴിൽ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് ലേബർ കമ്മീഷണർ ഉത്തരവ് പുറത്തുവിട്ടു. പകൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമമായിരിക്കും. KSRTC പെൻഷൻ വിതരണം ഉടൻ പുനരാരംഭിക്കുമെന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. സഹകരണ ബാങ്കുകളുമായി KSRTC കരാർ ഉണ്ടാക്കിയെന്നും 12 മാസത്തേക്ക് പെൻഷൻ മുടങ്ങില്ലെന്നും മന്ത്രി പറഞ്ഞു. KSRTC ശമ്പള വിതരണ പ്രതിസന്ധി നിർണായക നീക്കത്തിലേക്കാണ് ഗതാഗത വകുപ്പ് കടന്നിരിക്കുന്നത്. പെൻഷൻ കിട്ടുന്ന കാര്യത്തിൽ ഇനി ആശങ്ക വേണ്ട. അടുത്ത 12 മാസത്തേക്ക് പെൻഷൻ മുടങ്ങാതെ കിട്ടും. അതിനായി സഹകരണ ബാങ്ക് കൺസോർഷ്യവുമായി എഗ്രിമെന്റ് ഒപ്പിട്ടു കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു. ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കുതിരക്കച്ചവടം നടന്നുവെന്ന ആശങ്ക രേഖപ്പെടുത്തി സുപ്രീം കോടതി. ബാലറ്റ് പേപ്പറുകളും വോട്ടെണ്ണ ദൃശ്യങ്ങളും നാളെ ഹാജരാക്കാൻ നിർദ്ദേശം. ബാലറ്റ് പേപ്പറുകളിൽ അടയാളങ്ങൾ വരയ്ക്കാൻ വരണാധികാരിക്ക് എന്ത് അധികാരമാണുള്ളതെന്നും സുപ്രീം കോടതി. സത്യസന്ധമായ മറുപടിയില്ലെങ്കിൽ വിചാരണ നേരിടേണ്ടി വരുമെന്നും വരണാധികാരിക്ക് താക്കീത് നൽകി. സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്ക് പലിശരഹിത വായ്പാ പദ്ധതി ഉടൻ നടപ്പാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി അറിയിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അണക്കരയിൽ ആരംഭിച്ച സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2024 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ക്ഷീര കർഷക മേഖലയിൽ സർക്കാർ നടത്തിവരുന്ന ഇടപെടലുകൾ കേരളത്തെ ക്ഷീര കർഷക സൗഹൃദ സംസ്ഥാനമായി മാറ്റിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിലെ മൈഹാറിൽ 5-ാം പനി ബാധിച്ച് 2 കുട്ടികൾ മരിച്ചു. 17 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ 8 ഗ്രാമങ്ങളിലെ എല്ലാ സ്കൂളുകളും 3 ദിവസത്തേക്ക് അടച്ചിടാൻ ജില്ലാ കളക്ടർ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകി. രോഗവ്യാപനം തടയാൻ മെഡിക്കൽ സംഘം പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഈ മാസം 14, 15 തീയതികളിലായാണ് 5-ാം പനിയെ തുടർന്ന് 2 കുട്ടികൾ മരിച്ചത്. ദക്ഷിണ പസഫിക് ദ്വീപ് രാജ്യമായ പാപ്പുവ ന്യൂ ഗിനിയയിൽ ഗോത്രവർഗക്കാർ തമ്മിൽ സംഘർഷം. തുടർന്നുണ്ടായ ആക്രമണത്തിൽ 26 പുരുഷന്മാരെ കൂട്ടക്കൊല ചെയ്തതായി ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗോത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കൂട്ടക്കൊലയിൽ കലാശിച്ചത്. ഒരു ഗോത്രവും അവരുടെ കൂലിപ്പടയാളികളും ചേർന്ന് അയൽ ഗോത്രത്തെ ആക്രമിക്കുകയായിരുന്നു. ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.